ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ സഹോദരിയുടെ എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നയമാന്റെ വീട്ടിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഈ 12-ാം ദിവസവും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഏലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ തനിക്ക് സൗഖ്യം വരുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് നയമാന് ബോധിച്ചു, അല്ലെങ്കിൽ താൻ അത് അംഗീകരിച്ചു. അതായത്, നയമാൻ അവളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചു. ഒരാളുടെ ജീവിതത്തിന് വിലയുണ്ടെങ്കിലാണ് അവരുടെ വാക്കുകൾക്ക് നാം വില കൽപ്പിക്കുക. ഒരിക്കൽ മാത്രമോ അല്ലെങ്കിൽ വല്ലപ്പോഴോ കാണുന്ന ആളുകളുടെ വാക്കിന്, പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മാത്രം കണക്കിലെടുത്ത് മറ്റുള്ളവർ വില കൽപ്പിച്ചേക്കാം. എന്നാൽ സ്ഥിരം കാണുകയും അടുത്തിടപഴകുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ അവരുടെ ജീവിതം യോഗ്യമായിരിക്കണം. കഴിഞ്ഞ ദിവസം സുവിശേഷം ഇഫക്റ്റീവായി പറയുവാൻ അവൾക്ക് കഴിഞ്ഞത് നാം ചിന്തിച്ചുവല്ലോ. പറയാനുള്ള കഴിവ് മാത്രമല്ല അവൾക്കുണ്ടായിരുന്നത്, അതിന് യോഗ്യമായൊരു ജീവിതം കൂടെ അവൾക്കുണ്ടായിരുന്നു. സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ചവൾ എന്ന നിലയിലാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ജീവിതത്തിലെ ഓരോ റോളുകളും യോഗ്യമായി നിർവഹിക്കുന്നതിലൂടെയാണ് നടപ്പ് അഥവാ ജീവിതം യോഗ്യമായി തീരുന്നത്. ഭാര്യയുടെ റോൾ, മാതാവിൻ്റെ റോൾ, മകളുടെ റോൾ, മരുമകളുടെ റോൾ, മേലധികാരിയുടെ റോൾ, കീഴ് ജീവനക്കാരിയുടെ റോൾ, സൺഡേ സ്കൂൾ അധ്യാപികയുടെ റോൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കാം നമുക്കുണ്ടായിരിക്കുക. നമ്മുടെ റോൾ എന്താണോ അത് യോഗ്യമായി നിർവഹിക്കുന്ന ഇടത്തെ നമ്മുടെ വാക്കുകൾക്ക് അംഗീകാരമുണ്ടാകൂ. ഈ പെൺകുട്ടിയുടേത് ഒരു വേലക്കാരിയുടെ റോളായിരുന്നു. ഒരു വേലക്കാരി എന്ന തൻ്റെ റോൾ യോഗ്യമായി നിർവഹിച്ചതുകൊണ്ടാണ് തൻ്റെ വാക്കുകൾക്കും അംഗീകാരം നേടുവാൻ അവൾക്ക് കഴിഞ്ഞത്. സുവിശേഷം പറയുവാൻ നമുക്ക് താല്പര്യവും അറിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവ മാത്രം നമ്മെ ഒരിക്കലും അതിന് പൂർണ്ണമായും യോഗ്യരാക്കുന്നില്ല. ഈ പെൺകുട്ടി തൻ്റെ വേലക്കാരി എന്ന തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അതിനുള്ള യോഗ്യത നേടിയെടുത്തവളായിരുന്നു. ഒരു വേലക്കാരി എങ്ങനെയൊക്കെ യോഗ്യയായിരിക്കണമെന്നും എന്തുകൊണ്ട് അവൾ യോഗ്യയായിരിക്കണമെന്നും വേദപുസ്തകം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അടിമത്തം നിലവിലില്ലാത്ത ഒരു കാലമായതുകൊണ്ട് നമ്മുടെ റോളുകൾ ഈ പെൺകുട്ടിയുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. എങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്ന വേലക്കാരുടെ യോഗ്യതകൾ നാം അറിയണം. കാരണം ഏതു റോളും യോഗ്യമായി നിർവഹിക്കുവാൻ അവ നമ്മെ പ്രാപ്തരാക്കും. 1. അനുസരണം. കൊലോസി ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വേലക്കാരോട് യജമാനന്മാരെ അനുസരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശിച്ച പോലെ തന്നെ ചെയ്യുക എന്നതാണ് അനുസരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വേലക്കാരിയും തനിക്ക് തോന്നുന്നത് പോലെ ജോലി ചെയ്താൽ അത് ശരിയാവുകയില്ലല്ലോ. നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള മനസ്സ് ഏതൊരു ജോലിക്കാരിയെയും പോലെ ഈ പെൺകുട്ടിക്കും ഉണ്ടായിരുന്നു. പിതാവാം ദൈവത്തെ അനുസരിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് എത്രയോ നല്ല മാതൃകയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അനുസരണം എങ്ങനെയായിരിക്കരുത് എന്നും എങ്ങനെയായിരിക്കണമെന്നും ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനുസരണം കേവലം ദൃഷ്ടിസേവ മാത്രമായിരിക്കരുത് എന്ന് പൗലോസ് പറയുന്നു. മനുഷ്യന് എല്ലാം കാണുവാനും എല്ലാം അറിയുവാനും കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരായ യജമാനന്മാരെ പ്രസാദിപ്പിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. അവർ കാണുവാനോ അറിയുവാനോ സാധ്യതയുള്ളപ്പോൾ മാത്രം നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുകയും അല്ലാത്തപ്പോൾ തോന്നിയ പോലെ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ യജമാനനെ പ്രസാദിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ കാണുന്നത്. 1. സകലത്തിലും അനുസരിപ്പിൻ. അനുസരണം എന്നത് നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ച പോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഒരു വേലക്കാരി ചെയ്യുകയും ഇഷ്ടമില്ലാത്ത നിർദ്ദേശങ്ങളെ അവഗണിക്കുകയും ചെയ്താൽ അത് അനുസരണമല്ല. നമ്മുടെ റോളുകളിൽ നാം എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നവരാണോ? അതോ നമുക്ക് സൗകര്യമുള്ളവ മാത്രം അനുസരിക്കുന്നവരാണോ? 2. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് യജമാനന്മാരെ അനുസരിക്കേണ്ടത് എന്ന് ഈ വാക്യത്തിൽ കാണുന്നുണ്ട്. ഈ പെൺകുട്ടി അവളുടെ മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുമ്പോഴും അവൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. തൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലും അവൾ ദൈവഭയത്തോടെയായിരുന്നു ജീവിച്ചത്.
അവൾ തൻ്റെ യജമാനത്തിയെ ശുശ്രൂഷിക്കുകയായിരുന്നല്ലോ. യജമാനത്തിയുടെ വിശ്വാസവും ആചാരങ്ങളും സംബന്ധിച്ച കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ സഹായം ഇവൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴും തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ഭയവും അവൾ വിട്ടുകളഞ്ഞിരുന്നില്ല. ഈ പെൺകുട്ടിയെപ്പോലെ തന്നെ ബാല്യത്തിൽ പിടിച്ചുകൊണ്ട് പോകപ്പെട്ടവരാണ് ദാനിയേലും തൻ്റെ സുഹൃത്തുക്കളും. ബാബേൽ രാജ്യത്ത് അവർ മേലധികാരികളെ അനുസരിച്ച് ജോലി ചെയ്യുമ്പോഴും അവരുടെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ എല്ലാ റോളുകളിലും പാലിക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട്. നാം അവ പാലിച്ചേ മതിയാകും. എന്നാൽ നമ്മുടെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ നാം മനുഷ്യനെയല്ല ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. വേലക്കാരിക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ യോഗ്യത വിധേയത്വമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ വേലക്കാർ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ ക്രിസ്തീയ നന്മയാണ്. ഒരു വേലക്കാരി തൻ്റെ മേലധികാരിയോട് എതിരു പറയരുതെന്ന് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു. നമുക്ക് ഇഷ്ടമല്ലാത്തതോ നമ്മെക്കൊണ്ട് പറ്റാത്തതോ ആയ കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എതിർത്ത് സംസാരിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകാം. എന്നാൽ അത് പാടില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 2:18 കഠിനരായ മേലധികാരികൾക്കും കീഴ്പ്പെട്ട് ഇരിക്കണമെന്ന് കാണുന്നു. കീഴടങ്ങിയിരുന്നാൽ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് ഈ ലേഖനത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നുണ്ട്. യജമാനത്തിയുടെ കാഠിന്യ നിമിത്തം ഓടി രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ച ഹാഗാറിനോട് ദൈവം പറഞ്ഞതും നീ മടങ്ങിച്ചെന്ന് യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക എന്നാണ്. കീഴടങ്ങിയിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു. നയമാന്റെ ഭാര്യ ഈ പെൺകുട്ടിയോട് മര്യാദയോടെയാണോ കാഠിന്യത്തോടെയാണോ പെരുമാറിയിരുന്നത് എന്ന് നമുക്കറിയില്ല. എങ്ങനെയായാലും ഈ പെൺകുട്ടി തൻ്റെ യോഗ്യത നഷ്ടപ്പെടുത്താതെ കീഴടങ്ങിയിരുന്നു. പ്രിയ സഹോദരിമാരെ, നാം മേലധികാരികൾക്ക് മാത്രമല്ല അന്യോന്യം കീഴടങ്ങിയിരിക്കേണ്ടവരാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തീയ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ അത് നമ്മെ പ്രയോജനമുള്ളവരാക്കും. ഒരു വേലക്കാരിയുടെ 3-ാമത്തെ യോഗ്യതയായി ബൈബിൾ പഠിപ്പിക്കുന്നത് വിശ്വസ്തയായിരിക്കണം എന്നുള്ളതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് വിശ്വസ്തത കൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യസന്ധത എന്നാൽ ചെയ്യുന്നത് തന്നെ പറയുക എന്നുള്ളതാണ്. ആത്മാർത്ഥത എന്നാൽ ചെയ്യേണ്ടത് തന്നെ ചെയ്യുക എന്നതാണ്. വേലക്കാർ സത്യസന്ധരായിരിക്കണമെന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ 2:10 നാം വായിക്കുന്നുണ്ട്. യജമാനന്മാരെ വഞ്ചിച്ച് ഒന്നും എടുക്കാതെ വിശ്വസ്തയായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. വാക്കുകളിൽ മാത്രം വിശ്വസ്തത പ്രകടമാക്കുകയും പ്രവൃത്തികളിൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്ന വേലക്കാരുണ്ട്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നത്. വഞ്ചനയിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ജീവിതത്തിൻ്റെ ഒരു റോളിലും നമ്മെ യോഗ്യരാക്കുന്നില്ല. നയമാന്റെ വീട്ടിലെ ഈ പെൺകുട്ടി സത്യസന്ധയായിരുന്നു. അവൾ ചെയ്യുന്നത് മാത്രം പറയുന്നവളായിരുന്നു. അങ്ങനെയല്ലാതിരുന്നുവെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കുകയില്ലായിരുന്നു. വേലക്കാർ ആത്മാർത്ഥതയുള്ളവരായിരിക്കണമെന്ന് കൊലോസ്യർ 3:22 നാം വായിക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ കാണുന്ന ഹൃദയത്തിന്റെ ഏകാഗ്രത എന്നത് സിൻസിയറിറ്റി ഓഫ് ഹേർട്ട് എന്നാണ്. നാം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അങ്ങനെ ഭാവിക്കുക എന്നതാണ് ഇവിടെ ആത്മാർത്ഥത കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പെൺകുട്ടി ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നത് കൊണ്ടാണ് അവളെ വിശ്വസ്തയായി കണക്കാക്കിയത്. അതുകൊണ്ട് അവളുടെ വാക്കുകൾ അവർ അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ റോൾ ഏതായിരുന്നാലും അത് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും നിർവഹിക്കുകയാണെങ്കിൽ വിശ്വസ്ത എന്ന സാക്ഷ്യം പ്രാപിക്കാം. ഒരു ജോലിക്കാരി യോഗ്യയായിരിക്കേണ്ടത് 3 വിധത്തിലാണ് എന്ന് നാം തിരുവചനത്തിൽ നിന്നും കണ്ടുവല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഒരു ജോലിക്കാരി യോഗ്യയായിരിക്കേണ്ടത് എന്നോട് നോക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഉപദേശത്തെ അലങ്കരിക്കേണ്ടതിനാണ് ഒരു ജോലിക്കാരി യോഗ്യതയോടെ ജീവിക്കേണ്ടത് എന്ന് കാണുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ സുവിശേഷം അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി നമ്മിൽ കാണപ്പെടണം. അങ്ങനെയെങ്കിൽ സുവിശേഷം കേൾക്കുന്നവർ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കും. പ്രിയ സഹോദരിമാരെ, ഈ പെൺകുട്ടി നമുക്ക് എത്രയോ നല്ലൊരു മാതൃകയാണ്. ഈ പെൺകുട്ടിയെപ്പോലെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന വ്യത്യസ്ത ജീവിത മേഖലകളിൽ നമ്മുടെ റോൾ യോഗ്യമായി നിർവഹിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാനുള്ള യോഗ്യത നാം നേടിയെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മുടെ റോളുകൾ അനുസരണത്തോടും വിധേയത്വത്തോടും വിശ്വസ്തയോടും കൂടെ നിർവഹിക്കാം. അങ്ങനെ
സുവിശേഷത്തിന് യോഗ്യമായൊരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും മറ്റു ചില ഗുണങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.